എല്ലാവർക്കും നമസ്കാരം. ട്രാവൻകൂർ ന്യൂസ് 24/7 മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യണ്ട അല്ലെങ്കിൽ പരാമർശിക്കേണ്ട എന്ന് കരുതിയിരുന്നൊരു വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു തുടങ്ങുന്നത്. കാരണം ഞാനൊരു പാലക്കാരനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പാലയിലെന്തോ മതസ്പർദ്ധ വളർത്തി എന്തൊക്കെയോ നേട്ടം കൊയ്യാമെന്നുള്ള ചിലരുടെ വ്യാമോഹങ്ങൾക്ക് ഒരു മറുപടി നൽകേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത്തരം വാർത്തകൾ വായിച്ച് തെറ്റിദ്ധാരണാജനകമായി ചിന്തിച്ചേക്കാവുന്ന മറ്റ് കേരളീയർക്കൊക്കെ ഇത് സംബന്ധിച്ചുള്ള സത്യസന്ധമായൊരു വിവരം നൽകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിലേക്ക് നമ്മളെ നയിച്ചത് മീഡിയ വൺ ഓൺലൈൻ പോർട്ടലിൽ തുടർന്ന് അവരുടെ ചാനലുകളിലൊക്കെ വന്ന ഒരു വാർത്തയിൽ നിന്നാണ്. വാർത്ത ഇതാണ്: ബിഷപ്സ് ഹൗസ് ഭൂമിയിലെ കെട്ടിടാവശിഷ്ടങ്ങൾ, ക്ഷേത്ര ഭാരവാഹികളുടെ അവകാശവാദം നിഷേധിച്ച് പാലാ ബിഷപ്സ് ഹൗസ്, സ്ഥലത്ത് വിളക്ക് വെച്ച് പൂജ തുടങ്ങി. ഇതാണ് അസംബന്ധ ജടിലമായ വാർത്ത. എന്നാൽ ഇത് എത്രത്തോളം വളച്ചൊടിച്ചിരിക്കുന്നു എന്നറിയാൻ സത്യസന്ധമായ കാര്യം അത് നിങ്ങൾ കുറേയൊക്കെ മീഡിയകളിൽ കൂടി കേട്ടിട്ടുണ്ടാവും. അതിൽ സംഭവിച്ച കാര്യം പാലാരൂപ അരമനയ്ക്ക് സമീപം കുറച്ചപ്പുറം മാറിയായിട്ട് രൂപയ്ക്ക് പല സ്ഥലങ്ങളിൽ സ്ഥലമുണ്ട്. അതിലുള്ള സ്ഥലത്ത് കുറച്ചാൾ റബ്ബറായിരുന്നു. അതിനുശേഷം അവിടെ കപ്പ നടുന്നതിനായിട്ട് JCB ഉപയോഗിച്ച് നമ്മൾ നിലമൊരുക്കുന്ന വേളയിലാണ് ചില ഒരു ശിവലിംഗത്തിൻ്റേത്, പിന്നെ ചില സോപാനപ്പടികൾ, അങ്ങനെ ചില അവശിഷ്ടങ്ങൾ ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് വെള്ളാപ്പാട് ക്ഷേത്രത്തിൻ്റെയും കടപ്പാട്ടൂർ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഭാരവാഹികളെ അറിയിക്കുകയും അവർ ഇത് സംബന്ധിച്ച് സ്ഥലത്തെത്തി കണ്ടു. BJP RSS നേതാക്കന്മാരൊക്കെ എത്തി അവർ സ്ഥലത്തെത്തി കണ്ടു. ശേഷം അരമനയിലെത്തുകയും അരമന അധികാരികളുമായിട്ട് ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്തു. വലിയ ചർച്ചയൊന്നുമില്ല, അവിടെ പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് വലിയ ചർച്ചയുമില്ല. അവരൊന്ന് ചോദിച്ചു, എന്താണ് ഞങ്ങൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അരമനയിൽ നിന്ന് പറഞ്ഞ് നിങ്ങളുടെ ആചാരം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെങ്കിൽ അത് ചെയ്യുക. അവൾ പറഞ്ഞ് ഞങ്ങൾക്ക് ദേവപ്രശ്നം നടക്കും. ആയിക്കോട്ടെ, നിങ്ങൾ ദേവപ്രശ്നം നടത്തിക്കൊള്ളുക, ഇത്രയേ ഉള്ളൂ കാര്യം. അവർ നടത്തി, അവർ പോയി അരമനയുടെ കാര്യങ്ങൾ ചെയ്യുന്നു. അവർ ദേവസ്വത്തിൻ്റെ എല്ലാ അമ്പലത്തിൻ്റെ ആൾക്കാർ അവരവരുടേതായ നടപടികളിലേക്കും പോകുന്നു. അവിടെ കൊണ്ട് പ്രശ്നങ്ങൾ തീർന്നു. പിന്നെ പ്രശ്നങ്ങൾ മുഴുവൻ നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലാണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു ചരിത്രമാണ് ഈ ശിവലിംഗമൊക്കെ അവിടെ ഉണ്ടാവാൻ കാരണം. ഈ സ്ഥലം മുൻപ് കൂത്താപ്പാടി ഇല്ലംവക സ്ഥലമായിരുന്നു. അത് അന്നത്തെ ജന്മിമാരൊക്കെ ആയിരുന്നു, വലിയ കുടുംബമായിരുന്നു, വലിയ തറവാടൊക്കെ ആയിരുന്നു. പക്ഷേ കാലക്രമേണ സംഭവിക്കുന്ന പോലെ തന്നെ ആ ഇല്ലം ക്ഷയിച്ച് അവർ ആ സ്ഥലമൊക്കെ വിറ്റ് ഈ പാലയ്ക്കടുത്ത് തന്നെ പാലക്കാട്ടുമല എന്ന സ്ഥലത്തേക്ക് അവർ വീട് വെച്ച് മാറിപ്പോവുകയുണ്ടായി. പിന്നെ അത് പല കൈമറിഞ്ഞു, സ്ഥലമല്ലേ, അത് കൈമറിഞ്ഞ് ഒടുവിൽ ഇപ്പോൾ അത് വെട്ടത്തെന്ന് പറഞ്ഞൊരു ഫാമിലിയുടെ കയ്യിൽ നിന്നാണ് അരമന അത് വാങ്ങുന്നത്. ഇത്രയേ അവിടെ ഉള്ളൂ. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഭാരതത്തിൽ ഉൾപ്പെടുന്ന കേരളം ഒരു ഹൈന്ദവ ഭൂമിയായിരുന്നു. ഇവിടെ 2000 വർഷം മുമ്പാണ്, 2000 വർഷത്തോളമായുള്ള ക്രിസ്തുമതം വന്നിട്ട് അതിന് മുമ്പ് ഇവിടെ ജൂതരൊക്കെ ഉണ്ടായിരുന്നു. അതിനും 600-700 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇസ്ലാം മതം ഉണ്ടാകുന്നത്. ഇങ്ങനെ നമ്മൾ ഇസ്ലാം മോസ്കുകളായാലും ക്രൈസ്തവൻ പള്ളികളായാലും പണിതാലും ഇനി നമ്മൾ താമസിക്കുന്ന പല വീടുകൾക്കൊക്കെ ആയിട്ട് പറമ്പ് കിളയ്ക്കുമ്പോഴും ഇതുപോലെ നിലം JCB പോലുള്ള ഇതുകൊണ്ടൊക്കെ മാന്തി എടുക്കേണ്ടി വരും. നമുക്ക് പലതും മണ്ണിനടിയിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഇവിടെ മീഡിയ വണ്ണിന് ഹൈന്ദവ സ്നേഹം അങ്ങോട്ട് ജ്വലിച്ചത്. ഹൈന്ദവ സ്നേഹം ജ്വലിക്കാനുള്ള കാരണം ബിഷപ്സ് ഹൗസിൻ്റെ പറമ്പിൽ നിന്ന് ഇത് കിട്ടി എന്നുള്ളത് കൊണ്ടാണ്. പിന്നീട് സംഭവിച്ച വലിയൊരു അപകടം എന്താണെന്ന് വെച്ചാൽ, മീഡിയ വൺ ഓൺലൈൻ ഹാൻഡിലിൽ നിന്നും അവർ പടച്ചു വെച്ച വ്യാജ അസംബന്ധങ്ങൾ നിറഞ്ഞ വാർത്തയാണ് പല ഓൺലൈൻ മീഡിയകളും പോസ്റ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത്. അത് ജനങ്ങളെ വളരെ തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എവിടെ ഹൈന്ദവ തമ്മിലെന്തോ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി, അല്ലാതെ കയ്യേറാൻ ശ്രമിക്കുന്നു, ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഏറ്റവും മാന്യമായിട്ട് അവരെ വിവരം അറിയിച്ചു. ക്ഷേത്രഭാരവാഹികൾ അരമന അതിന് മുമ്പും എല്ലാ ആവശ്യത്തിനും ഇവർ അരമനയിൽ വരുന്നവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ച് പോകുന്നവരാണ്.
പാലയിലെ ജൂലിപ്പെരുന്നാളിനും ലാലത്തമ്പലത്തിലെ ഉത്സവവും എഴുന്നള്ളത്തും പുരിക്കമ്പഴ ദേവീക്ഷേത്രത്തിലെ ഉത്സവവും കടപ്പാട്ട് ക്ഷേത്രത്തിലെ ഉത്സവവും പല രാക്കുളത്തിരുന്നാളും മലയന്തും ഇതെല്ലാം ഇവിടെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഹൈന്ദവർ ഒരുമിച്ച് ചെയ്യുന്നവരാണ്. പല കുരിശോല മാതാവിന് മുമ്പിൽ നേർച്ച ഇട്ടിട്ടാണ് ഇവിടെയുള്ള ഹൈന്ദവരെല്ലാം കട തുറക്കുന്നതും ജോലിക്ക് പോകുന്നതും എല്ലാം. അതുകൊണ്ട് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊരു മതപരമായ സംഘർഷങ്ങളൊന്നും നിലവിലില്ല. അതിനുപരിയായിട്ട് പറയാനുള്ള കാര്യം, പാല എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു മനുഷ്യർക്കിടയിൽ ഇങ്ങനെ ഒരു സംസാരമില്ല. ഒരു പക്ഷേ ഇന്ന് ഇത് സംസാരിക്കുന്ന ഏക പാലാക്കാരൻ ഈ ചാനലിൽ കൂടി സംസാരിക്കുന്ന ഞാനായിരിക്കും. അതുകൊണ്ട് ഇവരാരും പറയാത്ത മറ്റൊരു കാര്യം പറഞ്ഞേക്കാം. മീഡിയ വൺ ചാനലിനെതിരെ സാമൂഹ്യ പ്രവർത്തകയായ മാഗി ഡൊമിനിക്ക് പാലാ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വൺ പല ഹൈന്ദവ ക്രൈസ്തവ സാഹോദര്യം തകർക്കാൻ അവർക്കുള്ള മതസ്പർദ്ധ വളർത്താനും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അതിൽ അവരുടെ മീഡിയ വണ്ണിൻ്റെ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ്, ന്യൂസ് ഡയറക്ടർ പ്രമോദ് രാമൻ, കോട്ടയം ബ്യൂറോ റിപ്പോർട്ടർ ജോസി, പിന്നെ ഇതൊക്കെ ആവേശത്തോടെ പ്രചരിപ്പിച്ച ആലപ്പുഴ സ്വദേശി ഒരു അൻസാരി തുടങ്ങിയവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതികളും അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയും പൊക്കോട്ടെ. അവിടുത്തെ സ്ഥലം സംബന്ധിച്ചുള്ളതും ഈ അവശിഷ്ടങ്ങൾ പൂജനീയമായ അവശിഷ്ടങ്ങൾ ഹൈന്ദവരെ സംബന്ധിച്ച് അവരുടെ ആരാധനാ ബിംബങ്ങളാണ്. അത് സംബന്ധിച്ചുള്ളതായ കാര്യങ്ങളൊക്കെ അത് അതിൻ്റേതായ വഴിക്ക് അരമനയും ക്ഷേത്ര ഭാരവാഹികളും തമ്മിൽ തീരുമാനിച്ച് അതെന്താണെങ്കിൽ അവർ ചെയ്തോളൂ. അതിൽ ജമാഅത്തെ ഇസ്ലാമി എത്രത്തോളം ഉത്കണ്ഠാകുലരാകേണ്ട കാര്യമില്ല. പിന്നെ വലിയ മാധ്യമങ്ങൾ പക്വത പാലിച്ച് പ്രിന്റ് മാധ്യമങ്ങൾ ആരും തന്നെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടില്ല. കാരണം മനോരമ, മാതൃഭൂമിയൊക്കെ വർഷങ്ങളുടെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പത്രപ്രവർത്തകരാണ്. അതുകൊണ്ട് അവരുടെ ചാനലുകളും ആ സംയമനം പാലിച്ചു. പിന്നെ ആകെ ഇതിന്മേൽ കൂത്താടിയത് 24 റിപ്പോർട്ടർ അങ്ങനെയുള്ള ചില ചാനലുകളാണ്. 24-ലെ ഹൈന്ദവ സഹോദരങ്ങളെ ഉദ്ധരിക്കാനായിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ശ്രീ ഹാഷ്മി താജ് ഇബ്രാഹിം ഒക്കെയാണ് ചർച്ചയ്ക്ക് മുൻകൈ എടുത്തത്. ബാക്കി ആരും ഇത്തരം കാര്യങ്ങൾക്കും പോയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായൊരു കാര്യം. അതുകൊണ്ട് എല്ലാവർക്കും അറിയാൻ വേണ്ടി അവസാനമായിട്ട് ഞാൻ തീർത്ത് പറയുന്നു, ഇവിടെ അരമനയുടെ സ്ഥലം അവിടെ കിടപ്പുണ്ട്. ഒരു ഹൈന്ദവ സഹോദരങ്ങൾ പോലും അങ്ങോട്ട് കയ്യേറ്റത്തിനൊന്നും വന്നിട്ടില്ല. അവിടെ വിളക്ക് വെച്ചു പ്രാർത്ഥിച്ചു. അതിപ്പോൾ നമ്മളായാലും നമ്മുടെ ഒരു പൂജനീയ ബിംബം, ഒരു മാതാവിൻ്റെ രൂപമായാലും കുരിശായാലും കിട്ടിയാൽ നമ്മൾ ബഹുമാനിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ അവരവരുടേതായ രീതിയിൽ വിളക്ക് വെക്കുകയോ പൂജ ചെയ്യുകയോ ഒക്കെ ചെയ്തോട്ടെ. അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ അവരുടെ ഇഷ്ടം. അതിനൊന്നും അരമന വിലക്ക് കൽപ്പിച്ചിട്ടില്ല. ഇത്തരം വാർത്തകളെല്ലാം വ്യാജമാണ്. അന്ന് ആ സംഭവം നടന്ന 6-ാം തീയതി, ഇന്നിപ്പോൾ ഫെബ്രുവരി 14-ാം തീയതി, ആ സംഭവം നടന്ന 6-ാം തീയതി ഇത് സംബന്ധിച്ച് അരമന അധികൃതരും ക്ഷേത്ര ഭാരവാഹികളും ചർച്ച നടത്തിയിട്ടുള്ളതല്ലാതെ അതിനുശേഷം പിന്നെ ഇത് സംബന്ധിച്ച് യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഇനി അധികം ഉണ്ടാവേണ്ട കാര്യവുമില്ല. ദയവ് ചെയ്ത് ആരും ഇത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരാതിരുന്നാൽ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല, കൂടുതൽ ചർച്ചകളുമില്ല. അതുകൊണ്ട് പാലായിൽ ഇത്തരം യാതൊരുവിധ സ്പർദ്ധകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് അതിൻ്റേതായ വഴിക്ക് വളരെ 2000 വർഷത്തോളം പഴക്കമുണ്ട് പാലായിലെ അല്ല, കേരളത്തിലെ സിറിയൻ ക്രൈസ്തവ സമൂഹത്തിന്. അന്ന് തൊട്ട് ഇന്നോളം വളരെ അവധാനതയോടെയും വിവേകത്തോടെയും മാന്യതയോടെയും ജീവിച്ചു വന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. അവരൊരിക്കലും ഇവിടെ മതസ്പർദ്ധ വളർത്തുന്നതിന് ഒന്നിനും ശ്രമിച്ചിട്ടില്ല. അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് ഇവിടുത്തെ ഹൈന്ദവ നാടുവാഴികളും രാജാക്കന്മാരൊക്കെയാണ്. ആ പരസ്പര ഐക്യം അന്ന് മുതലുണ്ടായിരുന്ന അതേ ഐക്യം ഇന്നും പിന്തുടർന്നു പോകുന്നുണ്ട്. അതിനാൽ പാല ഇന്നും സ്വസ്ഥം ശാന്തമാണ്. മീനച്ചിലാർ വളരെ ശാന്തമായി ഒഴുകുന്നു. അശാന്തി പടർത്തുന്നതിനായിട്ട് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സ്നേഹനിധിയായ സഹോദരന്മാർ ഇവിടുത്തെ ഹൈന്ദവരെ ക്രൈസ്തവരെ വളർത്താൻ എത്തേണ്ടതില്ല എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നമസ്കാരം.